ഇനി അടുത്ത എന്താ കണ്ടീഷണൽ കോൾ. അപ്പോൾ എന്താ കണ്ടീഷണൽ കോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ സബ് റൂട്ടീനിലേക്ക് പോകും, പക്ഷേ ചില കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രം. ഓക്കെ, ദ പ്രോഗ്രാം സീക്വൻസ് ഇസ് ട്രാൻസ്ഫർഡ് ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദ 16-bit മെമ്മറി അഡ്രസ് ഗിവൻ ഇൻ ദി ഓപ്പറൻഡ് based on the specified flag of the PSW as discussed below. PSW എന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സബ് റൂട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, കോളിന് ശേഷമുള്ള കോളിന് ശേഷമുള്ള അതായത് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടൻസ് ഒക്കെ എടുത്ത് സ്റ്റാക്കിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കോളിംഗ് നടക്കണമെങ്കിൽ സബ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് ട്രൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ കണ്ട അതേ സെറ്റ് പോലെ തന്നെ ഒരു സെറ്റാണ് നമ്മളിവിടെ കാണാൻ പോണത്. അപ്പോൾ ആദ്യം എന്താ, ഓപ്പ് കോഡ് CC ആണ് അഡ്രസ്സ്, ഓപ്പറൻ്റെ ഒരു അഡ്രസ്സാണ്. ഇവിടെ എന്താ, കോൾ സബ് റൂട്ടീൻ ഇഫ് ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1. നമ്മളൊരു കാൽക്കുലേഷൻ നടത്തി, ആ കാൽക്കുലേഷൻ്റെ ഒരു ക്യാരി വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ് റൂട്ടീനിലേക്ക് ചാടുക. അതാണ് CY ഫ്ലാഗ് 1 ആയിരിക്കണം, എന്നാൽ മാത്രമേ ചാടുള്ളൂ. അപ്പോൾ CC 2600 വെച്ചെന്ന് പറഞ്ഞാൽ എന്താണ്, കോൾ സബ് റൂട്ടീൻ അറ്റ് 260 ഇഫ് ദ ക്യാരി ഫ്ലാഗ് ഈസ് 1. ഇനി അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റാണ് CNC. അപ്പോൾ എന്താണ്, കോൾ നോ ക്യാരി, ക്യാരി ഇല്ലെങ്കിൽ ചാടുക. കോൾ സബ് റൂട്ടീൻ ഇഫ് ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 0. നമ്മളൊരു കാൽക്കുലേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ, എൻ്റെ റിസൾട്ട് 0 എന്നല്ല, ക്യാരി 0 ആണെങ്കിൽ ഈ പറഞ്ഞ സബ് റൂട്ടീനിലേക്ക് ചാടുക. അടുത്തെന്താ, കോൾ 0. അപ്പോൾ അവിടെ എന്തായിരിക്കും, 0 ഫ്ലാഗ് 1 ആണെങ്കിൽ ചാടുക, സബ് റൂട്ടീനിലേക്ക് ചാടുക. അപ്പോൾ CZ2600H എന്ന് പറഞ്ഞാൽ എന്താ, 2600Hലിരിക്കുന്ന സബ് റൂട്ടീനിലേക്ക് നിങ്ങൾ ചാടുക. എപ്പോൾ, നമ്മുടെ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ മാത്രം ചാടുക, ഇല്ലെങ്കിൽ ചാടില്ല. തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി എന്താ, CNZ കോൾ നോട്ട് 0. അപ്പോൾ അവിടെ എന്തായിരിക്കും, നമ്മുടെ റിസൾട്ട് 0 അല്ലെങ്കിൽ ചാടുക. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ജമ്പിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടെ പോണത്. ഇവിടെ 0 ഫ്ലാഗ് എന്താണ് 0 ആണെങ്കിൽ ചാടുക. ഓക്കെ, അടുത്ത എന്താ, CP റിസൾട്ട് അപ്പോൾ കോൾ പോസിറ്റീവ്, അതാണ് CP. അഡ്രസ്സാണ് അതിൻ്റെ ഓപ്പറൻ്റ്. അവിടെ എന്താ, കോൾ സബ് റൂട്ടീൻ ഇഫ് റിസൾട്ട് ഈസ് പോസിറ്റീവ്. നമ്മുടെ കാൽക്കുലേഷൻ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ സബ് റൂട്ടീനിലേക്ക് ചാടുക. അടുത്തതോ, അപ്പോൾ അടുത്തെന്തായിരിക്കും, ഓബ്വിയസ്ലി അത് കോൾ മൈനസ് CM അല്ലേ, കോൾ സബ് റൂട്ടീൻ ഇഫ് റിസൾട്ട് ഈസ് നെഗറ്റീവ്. അപ്പോൾ അതിൻ്റെ സൈൻ ഫ്ലാഗ് അതാണ്, S എന്ന് പറയുന്നത് അതാണ്, സൈൻ ഫ്ലാഗ് ആണ്. സൈൻ ഫ്ലാഗ് 1 ആണെങ്കിൽ ചാടുക, സൈൻ ഫ്ലാഗ് 0 ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചാടുക എന്നാണ് CP. സൈൻ ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യും, CMലേക്കാണ്, CM എന്നുള്ള റിസൾട്ടിലാണ് CM എന്നുള്ള കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. അടുത്താണ് CPE. അതെന്താ, പാരിറ്റി പിന്നെ വന്നു, കോൾ പാരിറ്റി ഈവൻ, അതാണ് CPE. ഓക്കെ, അപ്പോൾ കോൾ സബ് റൂട്ടീൻ ഇഫ് ഈവൻ പാരിറ്റി, നമ്പർ ഓഫ് സീറോസ് ഈവൻ ആണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചാടുക, CPE 2600H. ഓക്കെ, അതുപോലെ CPO അത് ഓഡ് പാരിറ്റിയാണ്, കോൾ പാരിറ്റി ഓഡ്. അപ്പോൾ കോൾ സബ് റൂട്ടീൻ ഇഫ് ഓഡ് പാരിറ്റി. ഇനി RET എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ സബ് റൂട്ടീൻ്റെ അവസാനം ഒരു RET സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കും. ഇത് എന്തിന് സിമിലറാണ്, നമ്മുടെ ഫംഗ്ഷൻ്റെ അവസാനം നമ്മൾ റിട്ടേൺ വയ്ക്കുന്നതിന് സിമിലറാണ്. ഓക്കെ, സോ RET നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. RETയെക്കുറിച്ച്, RET is used at the end of a subroutine. The execution of RET instruction brings back the saved address from the stack to the program counter. ഇപ്പോൾ RET കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്റ്റാക്ക് പോയിൻ്ററിൽ ഏതാ സ്റ്റോർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് ടോപ്പിൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഈ കോളിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചു കൊണ്ടുവരും. ദ കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റർ ഇസ് ഇൻക്രിമെൻറ്റഡ് ബൈ 2, താഴേക്കാണ്. അതായത് നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത കോളിന് ശേഷമുള്ള അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. അപ്പോൾ രണ്ടെണ്ണം ഡിക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, സ്റ്റാക്കിൽ നിന്ന് എടുത്ത് തിരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ച് നമ്മളെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി അത് സ്റ്റാക്കിൽ ആവശ്യമില്ല, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. നേരത്തെ ഡിക്രിമെൻ്റ് അല്ലേ ചെയ്തത്, അപ്പോൾ രണ്ടെണ്ണം ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ദെൻ ദ പ്രോഗ്രാം ജംപ്സ് ടു ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ദ മെയിൻ പ്രോഗ്രാം നെക്സ്റ്റ് ടു ദി കോൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടീഷണൽ കോളിംഗ്. ഇനി നമ്മൾ കാണാൻ പോകണം എന്താ, റിട്ടേൺ കണ്ടീഷണലി ഫ്രം എ സബ് റൂട്ടീനകത്ത് നിന്നും കണ്ടീഷണലായിട്ട് തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നതാണ്. അപ്പോൾ ദ പ്രോഗ്രാം സീക്വൻസ് ഇസ് ട്രാൻസ്ഫർഡ് ബാക്ക് ഫ്രം ദ സബ് റൂട്ടീൻ
to the calling program based on specific flag of the PSW. The 2 bytes ഇനി നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ സ്റ്റാക്ക് ടോപ്പ് നമ്മൾ 2 bytes from the top of the stack are copied to the program counter and the program execution begins at the new address. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് ചാടിക്കഴിഞ്ഞാൽ ഈ ചാടുന്നതിൻ്റെ അഡ്രസ്സ് സ്റ്റാക്ക് ടോപ്പിൽ വേണം. അതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ലെറ്റസ് ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇത് ഓർക്കുക, ഇത് സബ് റൊട്ടീനിൽ നിന്നും തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് ഉള്ള ജമ്പിങ് ആണ് നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ ഇത് റിട്ടേണിങ്, നേരത്തെ നമ്മൾ ഒരു റിട്ടേൺ ഡിസൈൻ RET കണ്ടുല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അൺകണ്ടീഷണൽ റിട്ടേണാണ്. ഈ പറഞ്ഞ RET റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ ചാട്ടാണ്, പിന്നെ വേറെ ഒന്നും നോക്കില്ല. ഇനി നമ്മൾ പറയണത് എന്താ, കണ്ടീഷണൽ റിട്ടേണിംഗ് ആണ്. ഇത് റിട്ടേൺ ചെയ്യും, പക്ഷേ ചില കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. നേരത്തെ കണ്ട അതേ ലിസ്റ്റ് തന്നെയാണ് വരുന്നത്, റിട്ടേൺ ആണെന്ന് മാത്രം. ആദ്യം എന്താ, RC. അപ്പോൾ എന്താ, ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ, ക്യാരി ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുക, അതാണ് RC. അപ്പോൾ RC 2600 വെച്ച് എന്താണ് സബ് റൊട്ടീനിൽ നിന്ന് തിരിച്ച് വരിക. കോൾ സബ് റൊട്ടീൻ എന്നുള്ള ഇതിന് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ തിരിച്ച് പ്രോഗ്രാമിലേക്ക് പോകുന്ന കാര്യമാണ് പറയണത്. ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് 1. RNC എന്തായിരിക്കും, റിട്ടേൺ നോ ക്യാരി, ക്യാരി ഇല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോവുക. അതുപോലെ RZ റിട്ടേൺ 0. അപ്പോൾ എന്തായിരിക്കും, റിട്ടേൺ ഫ്രം സബ് റൊട്ടീൻ ഇഫ് ദ റിസൾട്ട് ഈസ് 0. അപ്പോൾ എന്തായിരിക്കും, റിസൾട്ട് 0 ആണെങ്കിൽ, അതായത് 0 ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, സബ് റൊട്ടീനിൽ നിന്നും മെയിൻ പ്രോഗ്രാമിലേക്ക് പോവുക. അതേപോലെ തന്നെ RNS റിട്ടേൺ നോട്ട് 0, നമ്മുടെ റിസൾട്ട് 0 അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. ഓക്കെ, പിന്നെ RP എന്താ, നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ, S ഫ്ലാഗ് സൈൻ ഫ്ലാഗ് 0 ആണെങ്കിൽ മെയിൻ പ്രോഗ്രാമിലേക്ക് സബ് റൊട്ടീന് തിരിച്ചു പോവുക, അതാണ് RP. RM അതുപോലെ തന്നെയാണ്, റിട്ടേൺ ഫ്രം സബ് റൊട്ടീൻ ഇഫ് ദ റിസൾട്ട് ഇസ് നെഗറ്റീവ്, സൈൻ ഫ്ലാഗ് 1 ആയിരിക്കണം അവിടെ. ഓക്കെ, ആൻഡ് ഫൈനലി RPE ആൻഡ് RPO, പാരിറ്റി ഈവനും പാരിറ്റി ഓഡിൻ്റെയും റിട്ടേണിംഗ് ആണ് നമ്മൾ പറയണത്. ഓക്കെ, കാരണം ഇത് വേഗം പറഞ്ഞു, കാരണം നമ്മൾ മുന്നേ 2 തവണ ഇത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇതേ മീനിങ് തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇതെല്ലാം റിട്ടേണിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി അടുത്ത എന്താ, റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ. റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ RSTN എന്നുള്ള ഒരു ഓപ്പ് കോഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ, the RST instruction is equivalent to a 1 byte call instruction to one of 8 memory locations depending upon the number. The content of the program counter is saved in the stack. Then the program jumps to the instruction starting at the restart location. The address of the restart location is 8 times. ഇത് വേറൊന്നുമല്ല, നമ്മൾ RST ഉപയോഗിച്ചതിന് ശേഷം ഒരു നമ്പർ ഉപയോഗിക്കുകയാണ്. ഇതെന്താ ചെയ്യുക വെച്ചാൽ, ഇങ്ങനെ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ ഈ RSTയുടെ കൂടെ വരുന്ന നമ്പർ അനുസരിച്ചുള്ള എന്താണ് നമ്മുടെ അഡ്രസ്സിലേക്ക് പ്രോഗ്രാം ചാടും. അപ്പോൾ അവിടുന്ന് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ മീനിങ്. റീസ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒക്കെ ആദ്യം പുതിയ തുടങ്ങാമെന്നല്ലേ. ഇത് നമ്മൾ അങ്ങനെയല്ല, ഇത് ഒരു കണ്ടീഷണൽ റീസ്റ്റാർട്ടാണ്. ഇന്ന ലൊക്കേഷനിൽ നിന്നും താഴേക്ക് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. അതിവിടെ പറയുന്നുണ്ട്, കോഡ് RST0 മുതൽ RST7 വരെ ഉണ്ട്. ഓരോന്നിനും ഓരോ ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, RST0 എന്ന് പറഞ്ഞാൽ 000. അപ്പോൾ നമ്മൾ RST0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0000 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ പോയിട്ട് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, അവിടെ ഈ 00 എന്നുള്ള ലൊക്കേഷനിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും. അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ RST1 ആണെങ്കിൽ റീസ്റ്റാർട്ട് ലൊക്കേഷൻ 8 ആണ്, 2 ആണെങ്കിൽ 10 ആണ്, 3 ആണെങ്കിൽ 18 ആണ്. അങ്ങനെ നമുക്ക് ദർ ഇസ് എ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് RSTN. N ഓർക്കുക, N ക്യാൻ ബി ഫ്രം 0 to 7. ദർ ആർ 8 നമ്പേഴ്സ്. ഓക്കെ, അടുത്തതാണ് PCHL. അവിടെ ഓപ്പറൻ്റ് നണ്ണാണ്, ഒരു ഇംപ്ലിസിറ്റ് ഇൻസ്ട്രക്ഷനാണ്. ഇതെന്താ, ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റേഴ്സ് H and L ആർ കോപ്പി ടു ദ പ്രോഗ്രാം കൗണ്ടർ. The content of H are placed as the higher order byte and the contents of L as the lower order byte of the program. ഇത് മറ്റൊന്നുമല്ല, HL പെയറിലുള്ള എന്താണ് അഡ്രസ്സിനെ എടുത്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് മാറ്റുക. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, HL രജിസ്റ്റർ പെയറിലാണ് നമ്മൾ അഡ്രസ്സസ് സ്റ്റോർ ചെയ്യുക. ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് സ്റ്റോർ HL പെയറിലാണ്. അപ്പോൾ PCHL എന്നുള്ള ഓപ്പ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് HL രജിസ്റ്റർ പെയറിലെ
എന്ത് നമ്മുടെ അഡ്രസ്സിനെ എടുത്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് മാറ്റുക. ഓർക്കുക, പ്രോഗ്രാം കൗണ്ടർ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തതായി ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആളാണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ അതിലേക്ക് HL രജിസ്റ്റർ പെയറിൻ്റെ ഇരിക്കുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് PCHL. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇറ്റ് ഈസ് 8085യുടെ സ്റ്റാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ.